ഇന്ന് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു സംഭവം പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് ദബേലി. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനം കണ്ടാൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചു കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റ് ആണ്. ബൺ സ്റ്റഫ് ചെയ്ത് വെച്ച സംഭവം ഉണ്ടല്ലോ, അതാന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. വെൽക്കം ബാക്ക് ടിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ ഒരുവിധം ഒന്ന് ശമിച്ചു എന്ന് തോന്നുന്നു അല്ലേ? സ്കൂളൊക്കെ തുറന്നു, ഓണപരീക്ഷയൊക്കെയാണ്, ഓണം വരാൻ പോകുന്നു. ഒരുപാട് പേര് കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. കാരണം ഞങ്ങൾക്കും ഇവിടെ ചുറ്റും വെള്ളമായിരുന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. ആ വിഷമം ശരിക്കും അനുഭവിച്ചവർക്കറിയാമല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഈസി ആയിട്ട് ഒരു സംഭവം കാണിച്ചു തരാൻ പോകുന്നത്. 2 പഴം, നല്ലൊരുവിധം പഴുത്ത പഴമാണ്. അത് മിക്സിയിലൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഒരു പയ്യും അല്ല എന്നെ ഒരു പുഡിങ്ങും അല്ല, ആ ടൈപ്പിൽ ഒരു ബേക്ക്ഡ് സംഭവമാണ് ഞാൻ കാണിച്ചു തരുന്നത്. സ്റ്റീം ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത്, പഴം അടിച്ചതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പട്ടപ്പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ബേക്കിംഗ് പൗഡർ ഓപ്ഷണലാണ്. ബേക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, സ്റ്റീം ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കുറച്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തതേ ഉള്ളൂ. നന്നായിട്ട് അങ്ങ് സ്പൂൺ വെച്ചൊന്ന് അടിച്ച് പതപ്പിച്ചിട്ട്, ഞാൻ കുറച്ചേ ഉള്ളൂ, ഇത്രേ ഉള്ളല്ലോ. അപ്പം ഞാൻ 4 കുഞ്ഞു നമ്മുടെ കപ്പി കേക്കിൻ്റെ മോൾഡിലോട്ട് ഒഴിക്കുകയാണ്. ഞാനിത് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. കൺവെക്ഷൻ മോഡിൽ ഞാൻ അതുകൊണ്ട് പ്രീ ഹീറ്റ് ചെയ്തു. അതിനുശേഷം ഇതെല്ലാം കൂടെ അങ്ങോട്ട് പറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ 20 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം കുറച്ച് മാവൊന്നും ഇല്ലല്ലോ, ഇത് പഴവും മുട്ടയും സംഭവമല്ലേ, മുട്ടയുടെ സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. എസെൻസ് അല്ലെങ്കിൽ പട്ടപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ബേക്കിംഗ് പൗഡർ ഓപ്ഷണലാണ്, സിമ്പിളാണ്. അപ്പം 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. കാരണം ഇതിനകത്ത് വേകാനൊന്നും ഇല്ലല്ലോ. അപ്പം നല്ല സെറ്റായിട്ട് ഒരു പയ്യോ അല്ല പുഡിങ്ങോ അല്ല ആ ടൈപ്പിൽ വന്നിട്ടുണ്ട്. നമുക്കിത് ആറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ ക്രീം ചേർത്തോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ബ്രൗണിഷ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ കൊടുത്തു കേട്ടോ. എന്നിട്ട് അതായത് മൊത്തത്തിൽ 30 മിനിറ്റ്സ് എന്ന് പറയാം. അപ്പോൾ കുറച്ചും കൂടെ ബ്രൗൺ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു പൈ മോഡൽ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തേച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ തേച്ച് കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ട് ഇപ്പം 4 എണ്ണല്ലേ ഉള്ളൂ. അപ്പം 3 എണ്ണം ഞങ്ങൾ 3 പേരും കഴിച്ചിട്ട് ഒരെണ്ണം എക്സ്ട്രാ ഉള്ളതിൽ ഈ ഹെർഷീസിൻ്റെ ചോക്കോ സ്പ്രെഡ് ഉണ്ടല്ലോ, അത് തേച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് അങ്കൂന് കൊടുക്കുകയാണ്. ബാക്കി 3 എണ്ണം ഞങ്ങൾ അങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ്. ഇത് സ്റ്റീം ചെയ്യുന്നത് ഇഡലി പാത്രത്തിലോട്ട് സ്റ്റീം ചെയ്തും അങ്ങനെയും കഴിക്കാം. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ മധുരം ക്രേവിംഗ് ഉള്ളവർക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം കണ്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. മുട്ടയുടെ സ്മെല്ല് ഒന്നുമില്ല, ട്രസ്റ്റ് മീ. ഉള്ള സത്യം പറഞ്ഞാൽ ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഒരു AI വീഡിയോ ആണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് ഒരു AI ഉണ്ടാക്കുന്നതായിട്ട് കാണിച്ചതാണ്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ പഴം ഉണ്ടായിരുന്നു, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് തലേദിവസം രാത്രിയിൽ ഞങ്ങൾ വാങ്ങിച്ച കുറച്ച് ചിക്കൻ പക്കോട 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണേ ഞങ്ങൾ കഴിച്ചുള്ളായിരുന്നു. ബാക്കി ഇന്ന് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വീക്കെൻഡാണ്, അതായത് നമ്മുടെ സാറ്റർഡേ ആണ്, 3 പേരും ഉള്ള ദിവസമാണ്. അപ്പോൾ ഈ 2 പീസ് കഴിക്കാമല്ലോ. അപ്പം ഞാൻ നമ്മുടെ കാലാവസ്ഥ കാണിച്ചു തരാം. കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ ഇട്ടിരുന്ന വെള്ളപ്പൊക്കമൊക്കെ മാറി കേട്ടോ. ഇപ്പം മഴയൊന്നുമില്ല, നല്ല അസല് വെയിലാണ്, ഭംഗിയുള്ള വെയിലാണ്. നമ്മുടെ തുണിയൊക്കെ സുഖമായിട്ട് നനച്ച് ഉണക്കിയെടുക്കാൻ പറ്റുന്ന വെയിൽ വന്നു. ഇതാണ് സാവൻ. ഇവിടെ സാവൻ എന്ന് പറഞ്ഞാൽ ഈ കാവടിയൊക്കെ എടുത്ത് പോകുന്ന ഒരു മാസം കേട്ടോ. മഴയും വെയിലും ഇങ്ങനെ നിൽക്കും. സൂര്യൻ കണ്ടോ തിളങ്ങി നിൽക്കുക, നല്ല ചൂടുമുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആ വെള്ളം കെട്ടിക്കിടന്ന സ്ഥലമായത് പച്ചപ്പായി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും പച്ചപ്പ് ഉള്ള സ്ഥലത്ത് വെള്ളക്കുണ്ടായിരുന്നെന്ന്. പക്ഷെ വെള്ളക്കുണ്ട് ഒറ്റ ദിവസമേ നിന്നുള്ളൂ കേട്ടോ. ഇതായിരുന്നു നമ്മുടെ വെള്ളക്കുണ്ട്. ഞാനത് കഴിഞ്ഞ ഒരു വെള്ളപ്പൊക്കം ഒരു വ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇപ്പോൾ സൂര്യൻ തെളിഞ്ഞ് നിന്ന് കിടിലമായിട്ട് വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സൂര്യൻ തെളിഞ്ഞിരിക്കുന്നതിനാണ് ഇഷ്ടം. മഴ ഇഷ്ടമാണെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ചെറിയ പേടിയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജെയിൽ പ്ലാന്റ് ഒക്കെ വെള്ളത്തിൽ കുതിർന്നതിനിരിക്കുക, അതങ്ങ് പറ്റിക്കോളൂ കേട്ടോ 2 ദിവസം. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ അതൊക്കെ വെള്ളമൊക്കെ കളഞ്ഞ് അവർ തന്നെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിന് വലിയ വെള്ളവും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ. ഇന്നപ്പം നമ്മുടെ കുക്കിംഗ് അല്ല, ഞാൻ വേറൊരു കുക്കിംഗ് കാണിച്ചു തരാമേ. ഒരു പഞ്ചാബി വീട്ടിലെ കുക്കിംഗ് ആയാലോ. ഇതെന്താന്ന് ആർക്കെങ്കിലും പറയാവോ? നിങ്ങൾ വിചാരിക്കും ഇത് നെല്ലിക്കയാണെന്നല്ലേ? അല്ല, നെല്ലിക്ക അച്ചാറാണെന്ന് പോലെ തോന്നുമെങ്കിൽ ഇത് നെല്ലിക്കല്ല, ഇത് ടിണ്ടാന്ന് പറഞ്ഞൊരു സംഭവമാണ്. നമ്മൾ മീനൊക്കെ വറുത്ത് വെച്ചേക്കുന്ന പോലെ അവർ പുരട്ടി വെച്ചേക്കുക. ഇത് വഴുതനങ്ങയാണ്, അതും ആ രീതിയിൽ. പിന്നെ ദാലുണ്ട്.
ഈ പഞ്ചാബി വീടുകളിൽ ദാല്, റൊട്ടി, സബ്ജി ഇതാണ് മെയിൻലി. പിന്നെ ഖീർ എന്ന് പറഞ്ഞ സംഭവം അവരുടെ സ്വീറ്റിൽ മെയിൻ ആണ്. അത് കൂടെ അവർ ഉണ്ടാക്കുന്നതാണ്. അവർ ഈ രീതിയിലാണ് താലി പോലൊക്കെ സെറ്റ് ചെയ്ത് ഡെയിലി നമ്മുടെ വീട്ടിൽ ചോറും കറിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുന്നത്. ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് അവർ കുഴച്ച് വെക്കുന്നത്. പിന്നെ ഖീറുണ്ട്. പിന്നെ അത് നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഇതാണ് ടിൻഡ. ഇത് മസാലയൊക്കെ ഇങ്ങനെ വെച്ചിട്ടേ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്താൽ ഇത് ഖീർ കണ്ടോ. ഇവരുടെ ഖീർ ഭയങ്കര ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റിയാണ്. നമ്മളൊക്കെ എത്ര ചെയ്താലും അങ്ങോട്ട് എത്തില്ലെന്നേ. ശരിക്കും പഞ്ചാബി ഫുഡ് വൺ ഓഫ് ദ ബെസ്റ്റ്. കേരള കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം അതാ. അപ്പോൾ ദസി ഗീ അതൊക്കെ ചേർത്താണ് അവർ റൊട്ടി. ഇങ്ങനെ ഫുൾക്ക പോലെ ചുറ്റിട്ട് ഈ നെയ്യ് ഇങ്ങനെ എന്താ പറയുക തേച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. അവരുടെ മസാല ബോക്സസ് നമ്മുടെ പോലെ തന്നെ കുറച്ച് വെറൈറ്റി മസാല, ഗരം മസാലയുടെ ഒക്കെ ഫ്ലേവർ കുറച്ചും കൂടെ വ്യത്യാസമായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ റൊട്ടി ഗ്യാസിലൊക്കെ ഇട്ടിട്ട്, പണ്ടൊക്കെ ചൂലയിലായിരുന്നു ഇങ്ങനെ ചൂല പോലത്തെ ഒരു സാധനം വെച്ചിട്ട്. പക്ഷെ ഇതിപ്പോൾ ഇവർ ഇങ്ങനെ ഗ്യാസിൽ തന്നെ ഇങ്ങനെ പൊള്ളിച്ചൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് നെയ്യും തേച്ച്, ഞാൻ ശരിക്കും ചപ്പാത്തി ചുടുമ്പോൾ അപ്പം തന്നെ നെയ്യ് ചേർക്കും. ഇവർ അതിന് ശേഷമാണ് നെയ്യ് ചേർക്കുന്നത്. എനിക്ക് അപ്പം തന്നെ ഇവർ പറാഠ ഉണ്ടാക്കുന്ന സ്റ്റൈലിലുള്ള ചപ്പാത്തി, നമ്മുടെ നാട്ടിൽ നാടൻ ചപ്പാത്തിയാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ ആ രീതിയിലാണ് വെക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ നമ്മുടെ സ്റ്റൈൽ തന്നെയാണ് ചപ്പാത്തി ഇഷ്ടം. പക്ഷെ ഇവരുണ്ടാക്കി തരുമ്പോൾ അത് വേറെ ലെവലാട്ടോ, വേറൊരു ടേസ്റ്റാണ് ഇവരുടെ ചപ്പാത്തിക്ക്. ചപ്പാത്തി അല്ല, ഇത് ഇവർ റൊട്ടി ഫുൽക്ക എന്ന് പറയും. അതൊരു വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നതെന്നല്ലേ, ഞാൻ കഴിഞ്ഞ ശനി ഞായർ ഒരു വീട്ടിൽ പോയ ആരെയൊക്കെ പറഞ്ഞില്ലേ പഞ്ചാബിൽ, അതിന് ഡീറ്റെയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും മിണ്ടാതെ പറയാതെയാണ് സസ്പെൻസായിട്ട് പോയത്. ഒരു ബർത്ത്ഡേക്ക് അവർ 3 പേരും ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനും അമ്മയും മോളും ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് പോയത്. അപ്പോൾ അവർ എക്സ്പെക്റ്റേ ചെയ്തില്ല. അപ്പോൾ അവർക്ക് ഇവരുടെ വീട്ടിലൊക്കെ പോയാലും അവർക്ക് എന്ത് തരണം എന്നറിയത്തില്ല കേട്ടോ. ഇവർ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ സാധാരണ ഫുഡായിരുന്നു. ശരിക്കും ഞങ്ങൾ 2 മണിക്കൂറേ ഇരുന്നുള്ളെങ്കിലും അവർക്ക് എന്ത് തരണം എന്നറിയാത്ത കൺഫ്യൂഷൻ ആയിപ്പോയി. ഫ്രണ്ടിലെ ഗാർഡനും ടിപ്പിക്കൽ. ശരിക്കും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചണ്ഡീഗഡിലാണ് കേട്ടോ. ചണ്ഡീഗഡ് എന്ന് പറഞ്ഞാൽ ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും ക്യാപിറ്റലാണ്. അപ്പോൾ ശരിക്കും ഇവർ പഞ്ചാബീസാണ്. പഞ്ചാബിൻ്റെ കൾച്ചറാണ് കൂടുതലും ചണ്ഡീഗഡിലുള്ളത്. ഇതെന്താണെന്ന് അറിയാമോ, നമ്മുടെ മുരിങ്ങയിലയാണ്. അത് ഉണക്കി വെച്ചിട്ട് ഇത് പൊടിച്ചിട്ട് ഇവർ, ഇപ്പം ഞാനിപ്പോൾ പോയ അവിടെ ഉള്ള വീട്ടിലെ കാര്യം പറയുകയാണ്. അവർ ആഴ്ചയിൽ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. 2 പ്രാവശ്യമെങ്കിലും ഇത് ചേർത്ത് റൊട്ടി ചൂടും, റൊട്ടി പറാട്ടയൊക്കെ ചൂടും. നമ്മുടെ നാട്ടിനെക്കാട്ടി നല്ല അസല് മുരിങ്ങമരവും മുരിങ്ങക്കായും ഒക്കെ ആട്ടോ ഇവിടെ. പക്ഷെ ഒരു ചെറിയ ചവർപ്പ് കൂടുതലാണ്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഒരു കൈപ്പരസം നമ്മുടെ നാട്ടിനെക്കാട്ടിയും കൂടുതലാണ് ഇവിടുത്തെ ഇലയ്ക്ക്. ഇവരത് ഉണക്കി പൊടിച്ചു വെക്കും. ഞാൻ പോയ വീടാട്ടോ. അവർക്ക് 3 നില, ഇങ്ങനെയാണ് കോട്ടീസ് എന്ന് പറയും. ഈ 3 നിലയാണ്. അതിൽ താഴെയാണ് ഇവർ താമസിക്കുന്നത്. മുകളിൽ 2 റെന്റിന് കൊടുത്തേക്കുക. അപ്പോൾ 2 വാതിൽ കാണും. മെയിൻലി എല്ലാ വീടുകളും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ ചണ്ഡീഗഡ് ഏരിയയിൽ പോകുമ്പോൾ ഓൾമോസ്റ്റ് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. ഇവർക്ക് കൈമാറി വന്ന സംഭവമാണിത്. കണ്ടോ, ഈ 2 ഒരെണ്ണം നമ്മുടെ സ്റ്റേഴ്സ് കയറി നമ്മുടെ എന്താ പറയുക വാടകക്കാർക്ക് പോകാനുള്ളയും, പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഓണർക്ക് കയറാനുള്ളയും. പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ പുറത്തായിരിക്കും. പിന്നെ ഇത് ബാക്ക് സൈഡ് ആട്ടോ. ഉണ്ടോ, ബാക്ക് സൈഡ് ഇതുപോലെ കോട്ടീസാണ്. പുതിയ രീതിയിലുള്ള കോട്ടീസും പുതിയതായിട്ട് പണിഞ്ഞത്. ഇപ്പം നമ്മൾ താമസിക്കുന്ന എനിക്കൊന്ന് കുറച്ച് അവർക്ക് കൈമാറി വന്ന ഒരു സംഭവമാണ്. അവരുടെ ഫ്രണ്ടിൽ ആ റോഡിനോട് ചേർന്നിട്ടാണ് ഇവരുടെ ചെറിയ എന്താ പറയുക ഗാർഡൻ ഏരിയ ഒക്കെ വെക്കുന്നത്. പക്ഷെ അവർ എത്ര ഭംഗിയായിട്ട് എന്തോരം ചെടികളാണെന്നറിയാമോ. ബോൺസൈഡ് തന്നെ എന്തോരം രീതികളാണ്. ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചു. എനിക്ക് ഈ ചെടികളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലെങ്കിലും എനിക്ക് കാണാൻ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ചെടി പച്ചപ്പ് നിൽക്കുന്നത്. കൂടുതലായിട്ട് എനിക്ക് ബൊട്ടാനിക്കലി ഞാൻ ഭയങ്കര പൂറാണ്. ഇത് ബോൺസായി നിൽക്കുന്നുണ്ട്. ബോൺസായി എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വലിയ മരമായിട്ട് നിൽക്കുന്നതൊക്കെ പേരാല് വരെ ഉണ്ട്. പേരാലും വരെ ഇവർ ബോൺസായി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ എല്ലാം പരിചയപ്പെടുത്തി കേട്ടോ. എനിക്ക് അറിയാവുന്ന ചെടികൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ബോൺസായി ആയിട്ട് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പുറത്തും ഇതുപോലെ വെച്ചിട്ടുണ്ട്. റോഡ് സൈഡിലുള്ള ചെറിയ പൂന്തോട്ടം കേട്ടോ അത്. അപ്പം നമ്മൾ അങ്ങനെ സന്തോഷമായി അവിടെ നിന്ന് ഇറങ്ങി. അവിടെയും കഴിഞ്ഞ ആഴ്ചയും നല്ല മഴയായിരുന്നു. അവിടെയൊക്കെ വെള്ളക്കെട്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും റോഡുകളിലൊക്കെ പോയപ്പോൾ ഉണ്ടോ മഴ കയറിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ചണ്ഡീഗഡ് ഏരിയ ഒക്കെ കാണിക്കാം. കാരണം ഞങ്ങൾ പണ്ട് താമസിച്ചിട്ടുണ്ട്. 2008 മുതൽ ഓൾമോസ്റ്റ് 2011 വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പരിചിതമായ സ്ഥലമാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാൻ നോർത്ത് ഇന്ത്യ വന്ന സ്ഥലമാണ് ചണ്ഡീഗഡ്. അപ്പോൾ എപ്പോഴും ഒരു ഓർമ്മ കാണുമല്ലോ. അപ്പോൾ റോഡിലെ വെള്ളക്കെട്ടൊക്കെ കണ്ടോ. പക്ഷെ നല്ല നീറ്റാട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും ക്ലീൻ ഉള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ചണ്ഡീഗഡ് തന്നെയാണ്. അത്ര നീറ്റാണ്. പഞ്ചാബീസ് നല്ല വൃത്തിയുള്ള ആളുകളാണ്. പക്ഷെ ഹരിയാനയും ബേസിക്കലി വൃത്തിയുള്ള സ്ഥലം കേട്ടോ. ബീഹാർ UP ഒക്കെ പോകുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ഹരിയാന പഞ്ചാബൊക്കെ ഇച്ചിരി വൃത്തിയുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്.
ബേസിക്കലി അവർക്കൊരു വൃത്തിയും കുറച്ച് സിവിക് സെൻസ് ഒക്കെ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ബീഹാർ UP ഏരിയനെ കാട്ടി നല്ലതാണ്. അപ്പം നമ്മൾ പിന്നെ രാത്രി ഇതേ ഭക്ഷണം കഴിക്കാനായിട്ട് പഞ്ചാബി ഫുഡ് തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് കയറി കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ മുളക്, എന്താ പറയുക, ഉള്ളി, പച്ചച്ചട്നി. എനിക്ക് പച്ചച്ചട്നിയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല അസല് തന്തൂരിയിൽ ബട്ടർ അല്ലല്ലോ, നെസിഗി ചേർത്ത റൊട്ടി. ഇതൊരു സ്പെഷ്യൽ പനീറാണ്. ടാങ്കു ഓർഡർ ചെയ്തേ, ഞാൻ ഇതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ ഇത് മട്ടർ മഷ്റൂമാണ്. കാരണം ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഇതിനൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രുചിയാട്ടോ. ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ സാമ്പാറിന് വ്യത്യാസമായി. കർണാടക സാമ്പാർ, ആന്ധ്ര എല്ലാം വ്യത്യാസമില്ല. അതുപോലെ തന്നെ മട്ടർ മഷ്റൂം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലം, പഞ്ചാബിൽ ഹരിയാനയിലൊക്കെ വ്യത്യാസം വരും. പിന്നെ ആസ് യൂഷ്വൽ അച്ചാർ, ഒട്ടും എരിവില്ലാത്ത നല്ല കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾ എല്ലാം കൂടെ ചേർത്തൊരു അച്ചാറായിരിക്കും ഇവരുടെ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് പരാട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം. പിന്നെ കുറച്ച് ഡെസേർട്ട് സെക്ഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കി. രാക്കി ഒരു ചായ വാങ്ങിച്ചു കൊടുത്തു. അങ്കു കുൾഫിയാണ് വാങ്ങിച്ചോട്ടെ, ഒരു ബ്ലൂ കളറിലെ ബ്ലൂബെറി കുൾഫി. അങ്ങനെ ഒരു വീക്കെൻഡ് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയെന്നേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ ബൈ ബൈ ഡിയേഴ്സ്.